നമസ്കാരം. വിവിധ എൻട്രൻസ് പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളുടെ സൊല്യൂഷൻസ് ഉൾപ്പെടുത്തിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉൾപ്പെടുത്തിയ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ വർഷത്തെ കീം ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് ഉൾപ്പെടുന്ന ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒരുമിച്ചിട്ടാണ് ഒരു പേപ്പറായിട്ടുണ്ടാവുക. അതിൽ ഫിസിക്സ് ഉൾപ്പെടുന്ന പാർട്ടിൻ്റെ സൊല്യൂഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസാണ്. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിൽ ഉള്ള ഫോർമുലകളും അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കീം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്കൊന്ന് ഓടിച്ച് വായിച്ചു പോകാവുന്നതാണ്. ഞാനിപ്പോൾ അത് വായിച്ച് സമയം കളയുന്നില്ല, അത് വായിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക. 120 മാർക്കിനാണ് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഉൾപ്പെടുന്ന മീൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെടും. അതിലുള്ള മാക്സിമം മാർക്ക് 480 സമയം 150 മിനിറ്റാണ്. ഓക്കെ, ഇതിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സിലെ 72 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ സൊല്യൂഷൻസാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. +1, +2 പാഠഭാഗങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എൻട്രൻസ് പരീക്ഷകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. അത് ഈ ക്വസ്റ്റ്യൻസും കൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ പാഠഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. എല്ലാ ഫോർമുല ഇക്വേഷൻസ് എല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെ കൃത്യമായി പാഠഭാഗങ്ങൾ സിലബസ് +1, +2 സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിസ്ക് സ്പിന്നിങ് അറ്റ് ദ റേറ്റ് 27.5 radian per second is slowed at the rate 10 radian per second square. The time after which it will come to rest is, you have 4 options: 2.75 seconds, 5.5 seconds, 1.25 seconds, 3.5 seconds and 6.2 seconds. So തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ω0, initial angular velocity ω0 27.5 radian per second, then it is slowed എന്ന് പറഞ്ഞിട്ടുണ്ട്. That means retardation ആണ്. So -10 radian per second square and you want to find out t, time. Okay, relation is ω = ω0 + at. Substitute. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10t = 27.5, t = 27.5 divided by 10, that is 2.75 seconds. Second question, 4 particles of masses m1 1 kg, m2 2 kg, m3 1 kg and m4 are placed at the 4 corners of a square. The mass m4 required so that the center of mass of all the 4 particles is exactly at the center of the square is. Okay, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. See, all 4 masses are placed at the corners of a square. അപ്പോൾ 1 kg ആ ഓർഡറിൽ തന്നെ, 2 kg, 1 kg, നാലാമത്തെ മാസ് അറിയില്ല m4. ഓക്കെ, ആൻഡ് ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാവുമ്പോൾ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് നോക്കൂ. ഇത് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക, m1 എന്നുള്ള മാസ്. സോ കോർഡിനേറ്റ്സ് 0 0 ആയിരിക്കും. ഇവിടെ കോർഡിനേറ്റ്സ് നോക്കൂ, ഈ സൈഡ് എ ആണ് ലെങ്ത്. സോ a0, then ഇവിടെ a, then this one 0a. സോ 4 കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു കേസിൽ ഒരു സിമെട്രി വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മാസ് ഏതാന്ന് പറയാൻ കഴിയും. ഓക്കെ, സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നൊരു കാര്യമാണ്. സെൻറ്റർ ഓഫ് മാസ് വരണമെങ്കിൽ m4 എന്ന മാസ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കൂ, 1 kg 1 kg. അപ്പോൾ ഈക്വൽ മാസ് ആണെങ്കിൽ നമുക്കറിയാം 2 ബോഡീസ്, ഈക്വൽ മാസ്സുള്ള 2 ബോഡീസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഓക്കെ, അതേപോലെ ഇവിടെ 2 kg ആണെങ്കിൽ മാത്രമാണ് ഇവിടെ സെൻറ്റർ പോയിന്റിൽ വരിക. ഓക്കെ, എല്ലാത്തിൻ്റെയും സെൻറ്റർ. ഇനി അതൊന്നും വേണ്ട, നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയും. സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ഈ സ്ക്വയറിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഡയഗണലിൻ്റെ ലെങ്ത് √2a ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് √2a/2. Okay, y coordinate √2a/2. So
ദിസ് ഇസ് എ ബൈ റൂട്ട് 2. ഇവിടെയും എ ബൈ റൂട്ട് 2. ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ എക്സ് കോർഡിനേറ്റും എ ബൈ റൂട്ട് 2 ആവണം, വൈ കോർഡിനേറ്റും എ ബൈ റൂട്ട് 2 ആവണം. അങ്ങനെയെങ്കിൽ M4ൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടെത്താം. So what is the x coordinate of center of mass? M1 x1 plus M2 x2. ആ രീതിയിൽ നമുക്ക് എടുക്കാം. So M1 x1 0 ആണ് പ്ലസ് M2 x2. ഓക്കെ, M2ൻ്റെ വാല്യൂ 2 ഇൻറ്റു എക്സ് കോർഡിനേറ്റ് എ 2a പ്ലസ് M3 x3 ദാറ്റ് ഈസ് അഗൈൻ എ പ്ലസ് 0. ഓക്കെ, ബിക്കോസ് M4ൻ്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 0 ആണ്, അതുകൊണ്ടാണ് നമ്മൾ 0 എന്ന് എടുത്തത്. ഡിവൈഡഡ് ബൈ 4 plus M4 total mass equal to a by root 2. Or 3a by 4 plus M4 equal to a by root 2. What is the y coordinate? Y coordinate la അതേപോലെ തന്നെ ഫോർമുല യൂസ് ചെയ്യാം. M1 y1 plus M2 y2 plus etc. ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ y കോർഡിനേറ്റ് M1 ഉം M2 നോക്കുക, y കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ, സോ 0 പ്ലസ് 0 പ്ലസ് M3യുടെ y കോർഡിനേറ്റ് നോക്കൂ. M3 has y coordinate a. Okay, so a plus M4ൻ്റെ y coordinate a ആണ്. M4a divided by 4 plus M4 equal to a by root 2. Or a plus M4a by 4 plus M4 equal to a by root 2. Or ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടി 3a by 4 plus M4 equal to a by root 2. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കിട്ടി a plus M4a by 4 plus M4 equal to a by root 2. ഇവിടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കാരണം സെയിം റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് രണ്ടിനും, സെയിം ഡിനോമിനേറ്റർ ആണ്. സോ ന്യൂമറേറ്റേഴ്സ് ക്യാൻ ബി ഇക്വേറ്റഡ്. യു വിൽ ഗെറ്റ് 3a equal to a plus M4a or 2a equal to M4a or M4 equal to 2 kilogram. Okay, that is the fourth mass, so that the center of mass is at the center of the square. Okay, third question nokam. A solid sphere of radius r is revolving about one of its diameters with an angular velocity omega. If it suddenly expands uniformly so that its radius increases to n times its original value, then its angular velocity becomes. ന്യൂ ആംഗുലർ വെലോസിറ്റി എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. സോളിഡ് സ്ഫിയർ ആണ്, റേഡിയസ് സ്മോൾ ആർ ആണ്. ദെൻ ഇറ്റ്സ് എക്സ്പാൻഡ്സ് സോ ദാറ്റ് റേഡിയസ് ഇൻക്രീസസ് ടു n ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം കൺസർവേഷനാണ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ ദാറ്റ് മീൻസ് I omega equal to a constant or I1 omega 1 equal to I2 omega 2. ഇവിടെ I moment of inertia, omega angular velocity. Moment of inertia for a solid sphere, that is 2 by 5 mr square. Okay, solid sphere na moment of inertia യുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, 2 by 5 mr square. ഇവിടെ 2 by 5 ഉം m ഉം മാസും കോൺസ്റ്റൻ്റ് ആണ്, അത് ഒരുമിച്ച് CR square എന്ന് എടുക്കുന്നു, ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ, അതിൽ മാറ്റമില്ലല്ലോ. സോ CR square. Now you are given that R2 equal to n times R1. പുതിയ റേഡിയസ് പഴയ റേഡിയസിൻ്റെ n ടൈംസ് ആണ്. സോ R2 ഈക്വൽ ടു n R1. നൗ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് I1 omega 1 ഈക്വൽ ടു I2 omega 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C R1 സ്ക്വയർ omega 1 ഈക്വൽ ടു C R2 സ്ക്വയർ omega 2 or C ക്യാൻസൽസ് R1 സ്ക്വയർ omega 1 ഈക്വൽ ടു R2ന് പകരം n R1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So n square R1 square omega 2 or omega 2 equal to omega 1 by n square. അതായത് പുതിയ ആംഗുലർ വെലോസിറ്റി പഴയ ആംഗുലർ വെലോസിറ്റി ബൈ n സ്ക്വയർ 1 by n സ്ക്വയർ ടൈംസ്. അപ്പോൾ പഴയ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്നാണ് തന്നിട്ടുള്ളത്. സോ ന്യൂ ആംഗുലർ വെലോസിറ്റി വിൽ ബി ഒമേഗ ബൈ n square. Okay. Question number 4. If a ring rolls down from top to bottom of an inclined plane, it takes time t1. If it slides, it takes time t2. Then the ratio t2 square by t1 square is. Options 1 by 3, 2 by 3, 1 by 4, 1 by 2, 2 by 5. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ടൈമിൻ്റെ റേഷ്യോ ആണ്. t2 square by t1 square ടൈമിൻ്റെ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. So we'll consider the velocity of rolling Vr. Okay,
വെലോസിറ്റി റോൾ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി വി ആർ എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ജി എച്ച്. ഇതൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റിങ്, ഡിസ്ക്, അതുപോലെ സോളിഡ് സ്ഫിയർ ഒക്കെ റോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ട്. അതൊന്ന് നോക്കി അത് ഓരോന്നിൻ്റെയും കേസ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. സോ വി ആർ ഈക്വൽ ടു റൂട്ട് ജി എച്ച് റോളിംഗ് മോഷൻ്റെ വെലോസിറ്റിയാണ് ഫോർ എ റിങ്. ഓക്കെ. ആൻഡ് ഫോർ സ്ലൈഡിംഗ് മോഷൻ റൂട്ട് ടു ജി എച്ച്. ഇത് നമുക്കറിയുന്നൊരു കാര്യമാണ്. സ്ലൈഡിംഗ് മോഷൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടെത്താം? ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താം സ്ലൈഡിംഗ് മോഷൻ്റെ വെലോസിറ്റി. അതായത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടാവുക, ലോവസ്റ്റ് പൊസിഷനിൽ കൈനറ്റിക് എനർജി മാത്രമാണ് ഉണ്ടാവുക. ബട്ട് ടോട്ടൽ എനർജി വിൽ ബി കൺസേർവ്ഡ്. സോ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. ഓക്കെ. അപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് ബോഡി മൂവ് ചെയ്യുന്ന എല്ലാ കേസിലും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ടോട്ടൽ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ, പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ. അപ്പോൾ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് നമുക്ക് റൂട്ട് ഓഫ് 2gh എന്ന് കിട്ടും. ഇത് വാട്ട് എവർ ബി ദ ഷേപ്പ് ഓഫ് ദ ബോഡി, സ്ലൈഡിംഗ് മോഷൻ്റെ കേസിൽ വെലോസിറ്റി വിൽ ബി റൂട്ട് ഓഫ് 2gh. റോളിംഗ് വെലോസിറ്റി റൂട്ട് gh, ദാറ്റ് ഈസ് ഫോർ എ റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ എസ് ആർ ഈക്വൽ ടു എസ് എസ്. റോൾ ചെയ്ത ബോഡിയുടെ കേസിലും സ്ലൈഡ് ചെയ്ത ബോഡിയുടെ കേസിലും സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ, അത് സെയിം ആയതുകൊണ്ട് വി ആർ ഇൻറ്റു ടി വൺ ഈക്വൽ ടു വി എസ് ഇൻറ്റു ടി ടു. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് റോളിംഗ് മോഷൻ, this is displacement during sliding motion. So VR into T1 equal to Vs into T2. Okay, that is T2 by T1 equal to VR by Vs, or നമുക്ക് കിട്ടേണ്ടത് T2 square by T1 square equal to VR square by Vs square, that is 1 by 2. Okay, കാരണം VR by Vs എന്നുള്ളത് 1 by root 2 ആണ് കിട്ടുക. So VR square by Vs square is equal to 1 by 2 എന്ന് കിട്ടും. So T2 square by T1 square equal to 1 by 2. Right? Question number 5. If the distance between the sun and the earth is d, then angular momentum of earth around the sun is proportional to root of d square, d raised to 1 by 3, d raised to 3 by 2. Angular momentum proportional to which quantity? Diameter or the distance between sun and the earth d എന്നാണ് എടുത്തിട്ടുള്ളത്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. L ഈക്വൽ ടു എം വി ആർ, അല്ലെ, ആർ ക്രോസ് പി. പിക്ക് പകരമാണ് എം വി എന്ന് കൊടുത്തത്. സോ L ഈക്വൽ ടു എം വി ആർ. ആറിന് പകരം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ് റേഡിയസ് ആയിട്ട് വരിക. സോ എം വി ഡി എന്നെടുക്കും. ദറ്റ് ഈസ് L ഈക്വൽ ടു ആംഗുലർ മൊമെൻറ്റം L ഈക്വൽ ടു എം ഇൻറ്റു വിക്ക് പകരം എന്താ കൊടുക്കുക? റൂട്ട് ഓഫ് ജി എം ബൈ ഡി. ഓക്കെ, ഇൻറ്റു ഡി. വെലോസിറ്റി റൂട്ട് ഓഫ് ജി എം ബൈ ആർ. പ്ലാനറ്റിൻ്റെ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുലയാണിത്. റൂട്ട് ജി എം ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഇവിടെ ആറിന് പകരമാണ് ഡി എടുത്തിട്ടുള്ളത്. സോ വെലോസിറ്റി ഈസ് റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, angular momentum m into square root of gm by d into d. അതുപോലെ തന്നെ എഴുതി. ഓർ L ഈക്വൽ ടു m into റൂട്ട് ഓഫ് ജി എം ഡി. ഇവിടെ m കോൺസ്റ്റൻ്റ് ആണ്, g കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ റൈറ്റ് L ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് d എന്ന് കിട്ടും. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി. കാരണം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും മാസും രണ്ടും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് L പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. Two identical objects, each of mass 50 kg, are kept at a distance of separation of 50 cm apart on a horizontal table. The net gravitational force at the midpoint of the line joining their centers. ഇപ്പോൾ നോക്കുക, ടു ഐഡൻറ്റിക്കൽ ഒബ്ജക്ട്സ്, മാസ് തന്നിട്ടുണ്ട്, കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 50 cm. സോ യു ഹാവ് ടു ഒബ്ജക്ട്സ് സെപ്പറേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ദെൻ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ്. അപ്പോൾ ഈ രണ്ട് മാസസും ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സെൻറ്ററിലുള്ള
ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ സെൻറ്ററിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു ബോഡിയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും, ഈ ബോഡിയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഓർ വി നോ F12 is equal to minus F21. ഓക്കെ, ഓർ total force will be equal to 0. ഈ രണ്ട് ഫോഴ്സും equal and opposite. Both the forces are equal and opposite. So the net force will be equal to 0. Question number 7. The ratio of the weight of a body at a height of r by 10 from the surface of Earth to that at a depth of r by 10 is, where r is radius of the Earth. Options 4.5, 4:5, 1:1, 9:8, 2:3, 8:9. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് ഹൈറ്റ് r by 10, അതുപോലെ തന്നെ അറ്റ് ഡെപ്ത് r by 10. ദെൻ അത് തമ്മിലുള്ള റേഷ്യോ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mg ആണ്. ഓക്കെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. വെയിറ്റ് അറ്റ് ഹൈറ്റ് എച്ച് mgh എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് mg ഇൻറ്റു 1 - 2h by r. gh പകരം നമുക്ക് എന്ത് കൊടുക്കാം? g ഇൻറ്റു 1 - 2h by r. So you'll get mg into 1 - 2h പകരം r by 10. So r by 10 കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് mg into r ക്യാൻസൽ ചെയ്യും. 1 - 2 by 10 ചെയ്ത് കഴിയുമ്പോൾ you will get 4 by 5. ഓക്കെ, 8 by 10 ആണ് കിട്ടുക. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 by 5 എന്ന് കിട്ടും. അതാണ് വെയിറ്റ് അറ്റ് ഹൈറ്റ് h. ഇനി വാട്ട് ഈസ് ദ വെയിറ്റ് അറ്റ് ഡെപ്ത് d? That is mgd equal to mg into 1 - d by r. That is mg into 1 - r by 10r. d equal to r by 10 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ r ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 - 1 by 10, that is 9 by 10. You will get mg into 9 by 10. അപ്പോൾ ഹൈറ്റ് എച്ചിലുള്ള വെയിറ്റ് mg into 4 by 5, ഹൈറ്റ് ഡെപ്ത് ഡിയിലുള്ള വെയിറ്റ് mg into 9 by 10. Now you can easily find out the ratio mgh by mgd equal to 4 by 5 divided by 9 by 10. That is 4 by 5 into 10 by 9. You will get 8 by 9, or the ratio is 8:9. ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ എല്ലാ ടോപ്പിക്കും അതിൻ്റെ കൂടെയുള്ള ഫോർമുലയും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോന്നിനെയും ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഓരോ ഫോർമുലയും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ 8:9. Question number 8. 3 thin wires of equal length are suspended from the top of a roof. The respective ratio of their area of cross section is 1:2:4 and Young's moduli is 4:2:1. Then the ratio of their weights to be attached at the other ends to obtain same elongation in them is. So here you want to find out ratio of their weights, means force നടക്കാം അല്ലേ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. What should be the ratio of their forces? തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:2:4. അതുപോലെ യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 4:2:1. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് റിലേഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ y = FL/A∆L. ഓക്കെ, യങ്സ് മോഡുലസ് FL/A∆L. നമുക്കിവിടെ ഫോഴ്സ് ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ F = YA∆L/L എന്നെടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം നോക്കൂ. ∆L സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം വരുന്നത് യങ്സ് മോഡുലസിലും ഏരിയയിലും മാത്രമാണ്. സോ വിൽ ഗെറ്റ് F പ്രപ്പോർഷണൽ ടു YA. സോ A1:A2:A3, 1:2:4, Y1:Y2:Y3, 4:2:1. അപ്പോൾ F പ്രപ്പോർഷണൽ ടു YA എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ Y1 A1, Y2 A2, Y3 A3
കണ്ടെത്തി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ റേഷ്യോ. ഓക്കെ, സോ y1 a1 എന്നുള്ളത് നമുക്ക് 1 into 4, 4:2, y2 a2, 2 into 2, 4:2, a3 y3, that is 4 into 1. Okay, so you'll get 1:1:1. Okay, the ratio of forces will be 4:4:4, which can be written as 1:1:1. Right? Next one, question number 9. Water flows through a horizontal pipe of diameter 2 cm at a speed of 3 cm per second. The pipe has a nozzle of diameter 0.5 cm at its end. The speed of water emerging from the nozzle is. നമുക്ക് കണ്ടെത്തേണ്ടത് സ്പീഡാണ്. തന്നിട്ടുള്ളത് ഡയമീറ്റർ, ഒരു എൻഡിലുള്ള ഡയമീറ്റർ, അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള സ്പീഡ്, പിന്നെ അതർ എൻഡിലെ ഡയമീറ്റർ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും we have to use the equation of continuity, that is a1 v1 equal to a2 v2. തന്നിട്ടുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a1, so 1 square into v1, 3 square equal to a2, then 0.25 square into v2. അത് നമുക്കറിയില്ല. So v2 equal to 3 by 0.25 square, that is 48 meter per second. Sorry, centimeter per second. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Now question number 10. The density of kerosene is 800 kilogram per meter cube. Its relative density is. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡെൻസിറ്റി ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഡെൻസിറ്റി ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അത് റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു 1000. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. നാച്ചുറലി ഇറ്റ് ഇസ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1000. സോ യുവർ ആൻസർ ഇസ് 800 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ്സ് ഈക്വൽ ടു 0.8. ഓക്കെ, 0.8. Question number 11. A solid sphere of volume v experiences a viscous force F when descending with speed v in a liquid. If another solid sphere of volume 27v descends with the same speed v in the same liquid, it experiences a viscous force. Options 12f, 6f, 9f, f, 3f. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. സോളിഡ് സ്ഫിയർ വോളിയം തന്നിട്ടുണ്ട് v, അതിൻ്റെ വിസ്കസ് ഫോഴ്സ് എഫ് ആണ്, ആൻഡ് സ്പീഡ് വി. ഒരു ലിക്വിഡിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. Now if you are considering another solid sphere, അതിൻ്റെ വോളിയം 27v ആണ്, അതേ സ്പീഡിലാണ് അതേ ലിക്വിഡിൽ ഡിസെൻഡ് ചെയ്യുന്നു. വാട്ട് ഈസ് ദി വിസ്കസ് ഫോഴ്സ്? അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫോഴ്സ്, വിസ്കസ് ഫോഴ്സിനുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. So it is F equal to 6 pi eta AV. ഇവിടെ 6 pi കോൺസ്റ്റൻ്റ് ആണ്, സെയിം ലിക്വിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈറ്റ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ വോളിയത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് റേഡിയസിലും വ്യത്യാസം ഉണ്ടാവും. എ ഇസ് ദ റേഡിയസ്, ഓക്കെ, അല്ലെങ്കിൽ ഡയമെൻഷൻ, അതിൽ വ്യത്യാസം ഉണ്ടാവും. ദെൻ വി ഹിയർ ഇസ് ദ വെലോസിറ്റി. അപ്പോൾ വാട്ട് ഇസ് ദ വോളിയം? ന്യൂ വോളിയം ഇസ് 27v. 27v ആണ് പുതിയ വോളിയം. 20v എന്നുള്ളത് ഇനീഷ്യൽ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫൈനൽ വോളിയം അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിലെ വോളിയം 27v ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ്? പുതിയ റേഡിയസ് എന്തായിരിക്കും? പുതിയ റേഡിയസ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് v പ്രപ്പോർഷണൽ ടു a ക്യൂബ്, വോളിയം പ്രപ്പോർഷണൽ ടു a ക്യൂബ് എന്നുള്ള, അല്ലെങ്കിൽ റേഡിയസ് ക്യൂബ്. സ്ഫിയർ ആണ്, 4/3 πr ക്യൂബ് ആണ് വോളിയം. അപ്പോൾ r നമ്മൾ a എന്ന് എടുത്തത്. അപ്പോൾ v പ്രപ്പോർഷണൽ ടു a ക്യൂബ് അല്ലെങ്കിൽ a പ്രപ്പോർഷണൽ ടു v റേസ് ടു 1/3. ഓക്കെ, റേഡിയസ് പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു 1/3. a റേഡിയസ് ആണെന്ന് ഓർമ്മിക്കുക. റേഡിയസ് പ്രപ്പോർഷണൽ ടു വോളിയം റേസ് ടു 1/3. അപ്പോൾ പുതിയ റേഡിയസ് എന്തായിരിക്കും? പുതിയ വോളിയം റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 27 റേസ് ടു 1/3 ആണ്. ഓക്കെ, പുതിയ റേഡിയസ്. അപ്പോൾ പുതിയ ഫോഴ്സ് എന്തായിരിക്കും? 6 pi ഈറ്റ, അതിൽ വ്യത്യാസമില്ല, സെയിം ലിക്വിഡാണ്. ഇവിടെ റേഡിയസിന് പകരം പുതിയ റേഡിയസ് 27 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3 ക്യൂബാണ് 27. സോ 27 റേസ് ടു 1/3 is 3. സോ 3 into a, പഴയതിൻ്റെ 3 times, സെയിം സ്പീഡ്, സോ v. That is
3 into 6 pi eta AV എന്ന് കിട്ടും അല്ലേ. 3 മാത്രമാണ് അവിടെ കൂടുതലായിട്ട് വന്നത്. സോ ഇറ്റ് ഈസ് 3F. സോ ദ ന്യൂ വിസ്കസ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ 3F. Question number 12. 2 taps supply water to a container, one at the temperature of 20 degrees Celsius at the rate of 2 kg per minute and another at 80 degrees Celsius at the rate of 1 kg per minute. If the container gets water from the 2 taps simultaneously for 10 minutes, then the temperature of water in the container is. Question നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. 2 taps, okay, supply water to the same container. ഒരു ടാങ്കിലെ വാട്ടർ, ഒരു ടാപ്പിൽ നിന്ന് വരുന്ന വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിൽ ഫ്ലോ റേറ്റ് 2 കിലോഗ്രാം പെർ മിനിറ്റ് ആണ്. രണ്ടാമത്തെ ടാപ്പിലൂടെ വരുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ, റേറ്റ് 1 കിലോഗ്രാം പെർ മിനിറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ രണ്ട് ടാപ്പിൽ നിന്നും ഒരേ സമയം ഈ കണ്ടെയ്നറിലേക്ക് വെള്ളം എത്തുകയാണെങ്കിൽ ഫോർ 10 മിനിറ്റ്സ്, 10 മിനിറ്റ് നേരം രണ്ട് ടാപ്പിൽ നിന്നും ഒരുമിച്ച് ഇതേ കണ്ടെയ്നറിലേക്ക് വെള്ളം എത്തിച്ചേരുകയാണെങ്കിൽ ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, ആ കണ്ടെയ്നറിലുള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? എങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 35 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 45 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഹീറ്റ് ഗെയിൻഡ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. അതായത് ഒന്ന് ഹയർ ടെമ്പറേച്ചറിലുള്ള വാട്ടറാണ്, മറ്റേത് ലോവർ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഒന്ന് കൂടുതലുള്ളതിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുന്നു, കുറവുള്ളതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഹീറ്റ് ഗെയിൻഡ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. ആൻഡ് ദെൻ യു ഹാവ് ദ റിലേഷൻ Q ഈക്വൽ ടു MC ഡെൽറ്റ തീറ്റ. ഓക്കെ, MC ഡെൽറ്റ തീറ്റ. M മാസാണ്, C സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഡെൽറ്റ തീറ്റ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ മാസ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ടും വാട്ടർ തന്നെ ആയതുകൊണ്ട് സെയിം ആണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് എന്ന് പറയുന്നത് എന്താ? MC ഡെൽറ്റ ടി ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് MC ഡെൽറ്റ ടി. അപ്പോൾ C ക്യാൻസൽ ചെയ്യും. ദെൻ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 2 ഇൻറ്റു T മൈനസ് 20 ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് എന്തായിരിക്കും? 1 ഇൻറ്റു 80 മൈനസ് ടി. എന്തുകൊണ്ട് അവിടെ T മൈനസ് 20 എന്നും ഇവിടെ 80 മൈനസ് ടി എന്നും എടുത്തത്? ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത് ഏതിലേക്കായിരിക്കും? ടെമ്പറേച്ചർ കുറവുള്ളതിൽ നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്കായിരിക്കും അല്ലേ. അപ്പോൾ T മൈനസ് 20 എന്ന് എടുക്കാം. ഹീറ്റ് ലോസ് ഏതിനായിരിക്കും? കൂടുതൽ ടെമ്പറേച്ചറുള്ള ഭാഗത്തു നിന്ന് കുറവ് ടെമ്പറേച്ചറുള്ള ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 80 മൈനസ് ടി എന്ന് എടുത്തത്. ഇനി ഇത് നമുക്ക്, അപ്പോൾ ഈ T ആണ് ഇവിടെ നമ്മൾ കോമൺ ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് രണ്ട് ടാപ്പിൽ നിന്നും ഒരേ സമയം 10 മിനിറ്റ് വെള്ളം കണ്ടെയ്നറിലേക്ക് എത്തിയതിന് ശേഷം ആ വെള്ളത്തിൻ്റെ കോമൺ ടെമ്പറേച്ചർ T എന്നാണ് എടുത്തത്. അപ്പോൾ 2T മൈനസ് 40 ഈക്വൽ ടു 80 മൈനസ് ടി ഓർ 2T പ്ലസ് ടി. ഇവിടുന്ന് T ഇപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ്. 2T പ്ലസ് ടി ഈക്വൽ ടു 80 പ്ലസ് 40 ഓർ 3T ഈക്വൽ ടു 120, T ഈക്വൽ ടു 120 by 3, that is 40 degree Celsius. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് Q ഈക്വൽ ടു MC ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ MC ഡെൽറ്റ ടി. ഈ ഒരു റിലേഷനാണ് നമ്മൾ ഈ കേസിൽ യൂസ് ചെയ്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. If a monoatomic gas is compressed adiabatically to 1/27th of its initial volume, then its pressure becomes 27 times, 125 times, 243 times, 81 times, 64 times. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ മോണോആറ്റോമിക് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് കംപ്രസ്ഡ് ഐഡിയബാറ്റിക്കലി. സോ ഐഡിയബാറ്റിക് പ്രോസസ്സാണ് കംപ്രഷൻ. ന്യൂ വോളിയം 1/27th ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. അപ്പോൾ ഐഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞ ഉടനെ നമുക്ക് ഐഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കാം. ഇക്വേഷൻ അറിയാം. എന്താണ്? PV raised to gamma equal to a constant. അല്ലെങ്കിൽ P1 V1 raised to gamma equal to P2 V2 raised to gamma. മോണോആറ്റോമിക് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദ വാല്യൂ ഓഫ് ഗാമ ഇസ് 5/3. ഓക്കെ, ഗാമയുടെ വാല്യൂ 5/3 ആണ്. സോ ഡയറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ 7/5 ആണ്. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഫോർ മോണോആറ്റോമിക് 5/3.
അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ P2 by P1 ഈ ഒരു ഇക്വേഷനിൽ നിന്ന് P2 by P1 ഈക്വൽ ടു V1 by V2 all raised to gamma. ഈ ഇക്വേഷനിൽ നിന്ന് എഴുതാം P2 by P1 ഈക്വൽ ടു V1 by V2 all raised to gamma. That is V1 by V2ന് പകരം എന്ത് കൊടുക്കുന്നു? V1 by 27. Okay, V1 divided by V1 by 27. ഈ താഴെയുള്ള 27 ആണ് മുകളിലേക്ക് എഴുതിയത്. Right? So, raised to all raised to 5 by 3. Or you will get P2 equal to P1 into 27 raised to 5 by 3. V1 cancels and it is 243 times. The new pressure will be 243 times the initial value. Okay. Question number 14. The values of Cp and Cv for a diatomic gas are respectively options നോക്കുക 5/2R, 7/2R, 3/2R, 5/2R, 3R, 4R, 5/2R, 3/2R, 7/2R, 5/2R. അപ്പോൾ ഈ ഇത്തരം ക്വസ്റ്റ്യനിൽ CP, CV ഇതിൻ്റെയൊക്കെ വാല്യൂസ് ഒന്നെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഗാമ ഈക്വൽ ടു 1 + 2/f. F is the number of degrees of freedom. Okay. അപ്പോൾ 1 + 2/f ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ 1 + 2/5 ഈക്വൽ ടു 7/5. Then CV equal to R by gamma minus 1, that is R by 7/5 minus 1 or R by 2/5 equal to 5/2 R. CV യുടെ വാല്യൂ കിട്ടി 5/2 R. ഇനി ഒന്നുകിൽ നമുക്ക് ഗാമ ഈക്വൽ ടു CP by CV ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് ഗാമയുടെ വാല്യൂ അറിയാം C/5 ആണ്, CVയുടെ വാല്യൂ അറിയാം. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് CP കണ്ടെത്താം. അതല്ലെങ്കിൽ മേയേഴ്സ് റിലേഷൻ ഉപയോഗിക്കാം. CP minus CV equal to R, CP equal to CV plus R, that is 5/2 R plus R equal to 7/2 R. So the option is CP and CV values will be 7/2 R and 5/2 R. Okay. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 5/2 R, 7/2 R എന്നുള്ള ഒരു ഓപ്ഷൻ എയിൽ തന്നിട്ടുണ്ട്, 7/2 R, 5/2 R എന്നുള്ള ഓപ്ഷൻ ഇ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. വാല്യൂസ് ഓഫ് CP ആൻഡ് CV. ആദ്യം പറയുന്നത് CPയുടെ വാല്യൂ ആയിരിക്കണം, രണ്ടാമത്തേത് CVയുടെ വാല്യൂ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് 7/2 R ആണ് CP, 5/2 R ആണ് CV. So the option is 7/2 R, 5/2 R. That is option E. Okay, correct answer is option E. അടുത്ത question number 15. 3 moles of an ideal gas are in a rigid cubical box with sides of length 0.170 meter. The ratio of the forces that the gas exerts on each of the 6 sides of the box when gas temperature are 27 degrees Celsius and 127 degrees Celsius is. Options are 6:1, 1:2, 3:1, 3:4, 1:3. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3 മോൾസ് ആണ് ഐഡിയൽ ഗ്യാസ് ഇൻ എ ക്യൂബിക്കൽ ബോക്സ്. സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 0.17 മീറ്റർ. കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ദ ഫോഴ്സസ് that the gas exert on each side. Temperature 27 degrees Celsius and 127 degree Celsius. ഈ കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന റിലേഷൻ PV equal to nRT, or നമ്മൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സസ് പ്രഷർ ഇൻ ടു ഏരിയ. ഓക്കെ, അപ്പോൾ F പ്രപ്പോർഷണൽ ടു T എന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചാൽ F1/F2 equal to P1/P2 equal to T1/T2. കാരണം ബാക്കിയെല്ലാ കാര്യങ്ങളും കോൺസ്റ്റൻ്റ് ആണ്. ബോക്സ് കോൺസ്റ്റൻ്റ്, ഒരു സെയിം ബോക്സ് ആയതുകൊണ്ട് വോളിയം സെയിം ആണ്, നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്, R കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രഷർ എന്നത് ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ F എന്നത് P1A/P2A, F1/F2 is P1A/P2A, അങ്ങനെ തന്നെ എഴുതാവുന്നതാണ്.
P1A by P2A. So A cancels and E equation you'll get that is P1 by P2 equal to T1 by T2. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം temperature should be in Kelvin scale. So that is 300 by 400. You'll get 3:4. The ratio of forces and the ratio of pressures will be 3:4. Question number 16. The average kinetic energy of a monoatomic gas molecule kept at temperature 27 degrees Celsius is Boltzmann constant given 1.3 into 10 raised to minus 23 joule per Kelvin. അതിൽ ഓപ്ഷൻസ് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആവറേജ് കൈനറ്റിക് എനർജിയാണ് കണ്ടെത്തേണ്ടത് ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ഓർത്തിരിക്കേണ്ട റിലേഷൻ ഇതാണ്. ആവറേജ് കൈനറ്റിക് എനർജി ഈസ് F/2 kBT. ഓക്കെ, F/2 kBT, where F is the number of degrees of freedom. അപ്പോൾ ഇവിടെ തന്നത് മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണെങ്കിൽ 5/2 kBT എന്ന് എടുക്കാം. സോ ജനറൽ ഇക്വേഷൻ F/2 kBT. സോ 3/2 kB തന്നിട്ടുണ്ട് ഇൻറ്റു ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഓർമ്മിക്കുക ഇറ്റ് ഷുഡ് ബി ഇൻ കെൽവിൻ സ്കെയിൽ. അപ്പോൾ 27 എന്നുള്ളത് 300 കെൽവിൻ ആണ്. സോ യുൽ ഗെറ്റ് 5.85 into 10 raised to minus 21 joule. 5.85 into 10 raised to minus 21 joule. Next one, question number 17. A travelling wave in a medium is given by the equation y equal to a sin omega t minus kx. The maximum acceleration of the particle in the medium is. Options: a omega square, omega by k, x by t, k omega. So acceleration ഒരു ഫോർമുല ഓർമ്മിക്കുക, ഒമേഗ സ്ക്വയർ വൈ. ഒരു നെഗറ്റീവ് സൈനും കൂടി ഉണ്ട്, മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ വേണമെങ്കിൽ ഒഴിവാക്കാം. ദെൻ മാക്സിമം ആക്സിലറേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് മാക്സിമം. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം എന്ന് പറയുന്നത് എ ആണ്, ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ മാക്സിമം ആക്സിലറേഷൻ ഇസ് ഒമേഗ സ്ക്വയർ എ. നെഗറ്റീവ് സൈൻ ഓപ്ഷനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വേണമെന്നില്ല. Omega square A is the maximum acceleration. Question number 18. Two simple harmonic motions with the same amplitude and same frequency acting in the same direction are impressed on a particle. If the resultant amplitude of the particle is equal to the amplitude of individual SHMs, the phase difference between the two simple harmonic motions is. തന്നിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ആർ ഇംപ്രസ്ഡ് ഓൺ ദ പാർട്ടിക്കിൾ. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ SHMs. അപ്പോൾ എ ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, ഓരോന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് എടുക്കുകയാണെങ്കിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും എ തന്നെയാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? ഇവിടെ നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, അത് ഓർക്കാം. ദറ്റ് ഈസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ ബി ഇതൊക്കെയാണ് തന്നിട്ടുള്ള SHMൻ്റെ ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ദെൻ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, വെർ തീറ്റ ഈസ് ദി ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എ ഈക്വൽ ടു ബി എന്നാണ്. A equal to B ആകുമ്പോൾ this relation can be written as 2a cos theta by 2. R equal to 2a cos theta by 2. ഓക്കെ, ഇത് ആർ സ്ക്വയർ ആണ്. നമ്മൾ ആറിൻ്റെ ഇക്വേഷൻ ഇത് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2a cos theta by 2. ഓർ ഈ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, റിസൾട്ടൻ്റ് വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. ഓക്കെ, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വെൻ എ ഈക്വൽ ടു ബി 2a cos theta by 2, it is given to be equal to a. So ഇതിൽ നിന്ന് നമുക്ക് കിട്ടും cos theta by 2 equal to 1/2 or theta by 2 equal to pi by 3 അല്ലേ. കോസ് ഏത് ആംഗിളിനാണ് കോസ് 1/2 ആവുക? ദാറ്റ് ഈസ് ഫോർ 60 ഡിഗ്രി. 60 ഡിഗ്രിക്കാണ് 1/2 ആവുക. അപ്പോൾ തീറ്റ ബൈ 2 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ pi by 3 റേഡിയൻ, ഓർ തീറ്റ ഈക്വൽ ടു 2 pi by 3 radian. Okay. Question number 19. Two nearest harmonics of an organ pipe open at both the ends are
200 hertz and 240 hertz, the fundamental frequency is, you are given the two nearest harmonics, open pipe ആണ് 200 ഹേർട്സും 240 ഹേർട്സും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ ഓർക്കുക എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് NV/12. എന്ത് ഹാർമോണിക് എന്ന് വിചാരിക്കാം നമുക്ക് തന്നിട്ടുള്ളത്, എത്രാമത്തെ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ഹാർമോണിക് എന്ന് പറയുമ്പോൾ NV/12, ദാറ്റ് ഇസ് 200. പിന്നെ തൊട്ടടുത്തത് നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ n+1. സോ n+1 V/12 ഈക്വൽ ടു 240. ചെയ്ത് കഴിഞ്ഞാൽ സി NV/12 പ്ലസ് V/12, ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. NV/12 പ്ലസ് V/12 ഈക്വൽ ടു 240. സോ വാട്ട് ഇസ് V/12? ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ല. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 ആവുന്നത്, എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ കിട്ടുന്നതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V/12. സോ V/12 ഈക്വൽ ടു 240 മൈനസ് NV/12, that is 200. So 240 minus 200, so you'll get 40 hertz. Okay. Now question number 20. Two strings of the same material and same length are given equal tension. If they are vibrating with fundamental frequencies 1600 hertz and 900 hertz, then the ratio of their respective diameters. ഇവിടെ തന്നിട്ടുള്ളത് 2 strings ആണ്, സെയിം മെറ്റീരിയൽ ആണ്, സെയിം ലെങ്ത് ആണ്, സെയിം ടെൻഷൻ. ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട് 1600 ആൻഡ് 900. അപ്പോൾ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോ ആണ് കിട്ടേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഡയമീറ്റർ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ റിലേഷനിലൊന്നും കാണാനില്ല. നമുക്ക് അറിയുന്ന റിലേഷൻ ഫ്രീക്വൻസി ഈസ് V/12. ദെൻ V എന്താണ് നമുക്കറിയാം, സ്ട്രിങ്ങിൻ്റെ കേസിൽ V ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് T/m. T ടെൻഷനാണ്, ബൈ M എന്താണ്, മാസ്, ലീനിയർ മാസ് ഡെൻസിറ്റിയാണ്. ഓക്കെ, ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, M/L, ടോട്ടൽ മാസ് ബൈ ലെങ്ത്, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. ഹിയർ M is മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ M is capital M/L. Also this M can be written as volume into density. Mass is volume into density divided by L. What is volume for a string? It is pi r square L. ഇവിടെ D എന്നുള്ളത് ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, സോ pi r square L എന്നുള്ള രീതിയിൽ എടുക്കാം. ഇൻറ്റു ഡെൻസിറ്റി ബൈ L. ഓക്കെ, സോറി, റോ അല്ല, ഇൻ ബൈ L ആണ്. സോ L cancels and you will get pi d square rho. This is the linear mass density, mass per unit length, M equal to pi d square rho. Now, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി M proportional to d square. pi കോൺസ്റ്റൻ്റ് ആണ്, റോ കോൺസ്റ്റൻ്റ് ആണ്. സോ M proportional to d square നമ്മൾ എടുത്താൽ മതി. Now what is velocity? Root of T/m, or velocity proportional to 1/root of M. T M-ന് പകരം M proportional to d square ആയതുകൊണ്ട് root of d square, or V proportional to 1/d. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഫ്രീക്വൻസിയാണ്, പക്ഷേ ഫ്രീക്വൻസി ഡയമീറ്ററായിട്ട് നമുക്കറിയുന്ന ഒരു റിലേഷൻ ഇല്ല, പ്രത്യക്ഷമായിട്ടുള്ള ഒരു റിലേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഡയമീറ്റർ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഡയമീറ്റർ കൊണ്ടുവരുന്ന എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഫ്രീക്വൻസിയിൽ V/12 വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഒരു സ്ട്രിങ്ങിൻ്റെ കേസിൽ റൂട്ട് ഓഫ് T/m ആണ്. T ടെൻഷനാണ്, അല്ലെ ഫോഴ്സാണ്. M മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ആ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡയമീറ്ററായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഈ രീതിയിൽ മാസ് പ്രൊപ്പോർഷണൽ ടു d square, mass per unit length is proportional to d square. അതുകൊണ്ട് തന്നെ velocity proportional to root of 1/d square, അല്ലെങ്കിൽ velocity proportional to 1/d എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ റിലേഷനായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാം. അതായത് nu1/nu2 ഈക്വൽ ടു വെലോസിറ്റി ആയിട്ടുള്ള റിലേഷൻ ഇൻവേഴ്സിലാണല്ലോ. സോ nu1/nu2 ഈക്വൽ ടു d2/d1, or d1/d2 equal to nu2/nu1.
that is 9 by 16, 900 by 1600. So 9 by 16, or the ratio is 9:16. This is the ratio. Okay, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, മറുപടി തരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കി ക്വസ്റ്റ്യൻസ് ഈ അടുത്ത പാർട്ടിൽ നൽകുന്നതാണ്. അത് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.